ഹലോ ശാരദയല്ലേ? ശാരദയല്ല, ശരദ്വാജ്. അത് തന്നെ. എടാ എളുപ്പം അത് വിളിക്കാനല്ലേടാ ഇത്രയും വലിയ പേര് മാറ്റാൻ പേര്. നോക്കിട്ട് മാറുന്നില്ല. പേര് മാറ്റാൻ നോക്കിട്ട് മാറുന്നില്ല. ഇത് ശരിക്കും സ്കൂളിലെ പേരാണോ? അതെ അതെ. എല്ലാരും എന്നാന്ന് വിളിക്കുന്നേ എന്നിട്ട്? ശരത്ത്. ശാരദയാ നല്ല. ജിത്തുക്കുട്ടൻ. അത് പറഞ്ഞായിരുന്നല്ലോ അല്ലേ? സോ ക്യൂട്ട് നെയിം. എടാ എത്രാം ക്ലാസ്സിലായിരുന്നു? 8ാം ക്ലാസ്സിലാ? ഇനി 9ലോട്ട്. ജയിച്ചാ? ജയിച്ചു. ഇപ്പത്തെ പിള്ളേരെ അപാരമായ കഴിവുകൾ കാണാൻ ജയിച്ചു. ആണോ? ഇല്ലെങ്കിൽ ടീച്ചർമാർക്ക് കൊട്ടേഷൻ കൊടുക്കും. 8 വരെ ഓൾ പാസ് അല്ലേ? 8 കഴിഞ്ഞിട്ടല്ലേ ഓൾ പാസ് ഇല്ലാന്നുള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾ എല്ലാ ക്ലാസ്സിലും തോക്കുമായിരുന്നു. 8ാം ക്ലാസ് ഓൾ പാസ് ഇല്ല. 8ല് ഇത് തന്നെ. ഞങ്ങളുടെ സ്കൂളിലെ 3 തോറ്റുപോയി. ഈ മാസം എത്രാം തീയതി തൊട്ട് ക്ലാസ് അവർക്ക് തുടങ്ങും. അടുത്ത മാസം പരീക്ഷ എഴുതണം. പാവം. തോറ്റത് മാത്രം എഴുതിയ മതിയോ? ആയിരിക്കും, അറിയത്തില്ല. അതെങ്ങനെ ചോദിച്ചാ? നമ്മളൊക്കെ പരീക്ഷ എഴുതുമ്പോ ഫുൾ എഴുതണ്ടേ? തോറ്റു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എഴുതുന്ന പരിപാടി ഉണ്ടോ? നമുക്ക് ഇല്ലല്ലോ. ഞാൻ തോക്കാത്തോണ്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ പരീക്ഷ തുടങ്ങുന്ന മുമ്പേ ആൻസർ എല്ലാം എഴുതി വെക്കും. എന്താ പറയാനാ, പഠിപ്പുകളായോണ്ട്. കോപ്പി അടിക്കാൻ വേണ്ടി. അയ്യോ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ സത്യസന്ധനായ കൊച്ചാണ്, നല്ലപോലെ പഠിക്കുന്ന കൊച്ചാണ്. എന്നെ ഇങ്ങനൊന്നും പറയല്ലേ, സങ്കടം. തുടങ്ങുന്നതിന് മുമ്പ് ആൻസർ എഴുതി നിനക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നടാ. സൈലന്റ് ക്ലാസ് ഉണ്ട്. പരീക്ഷ തുടങ്ങണം. അല്ല, എനിക്ക് അവിടെ ചെന്നിട്ട് പഠിക്കാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം എഴുതാത്തൊരു പരിപാടി ഉണ്ട്. ഈ മൈക്രോ ഫോട്ടോസ്റ്റാറ്റ് എന്നായിരുന്നു? മൈക്രോ ഫോട്ടോസ്കോപ്പി എന്താ? അതൊന്നും എടുക്കാൻ പറ്റൂല. സാർമാരുടെ അടുത്ത് വിവരം പറയാം. അതുകൊണ്ടേ എന്ത് പറയാൻ, ഞാൻ ചുമ്മാ ഞാൻ ഇതൊന്നും ചെയ്തില്ല. സത്യമായിട്ട് ഞാൻ ഇതൊന്നും ചെയ്തില്ല. എല്ലാം മനസ്സിലായി. ഓക്കെ, റെഡി ഗുഡ്. ഈ ഗോസ്റ്റ് 21 നമ്മുടെ അനന്തുമോനായിരുന്നോ? നിഖിലേ, പണ്ട് നമ്മളെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് സാറന്മാരുടെ അടി കിട്ടുമെന്ന് പേടിച്ചാണ് സ്കൂളിലോട്ട് പോണത്. അതെ, ഇപ്പൊ നേരെ വരുന്നത് കൊട്ടേഷൻ കിട്ടുമെന്ന്. ഓടാ കഷ്ടമുണ്ട്. പിള്ളേരെ നിർത്തി അപമാനിക്കരുത്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അതെ ഞങ്ങള് 3 പിള്ളേര് 2 അല്ല 3 ഈ കൊട്ടാരം വളർത്തിയത്. വി ആർ 90s kids, you know. പണ്ട് പറയുന്നത് ഇപ്പൊ 90s. ചാച്ചനും ചാച്ചിയും. ഏത് കൊടുക്കണം? അയ്യോ, ഞാൻ കോസ്റ്റിൽ കൊടുത്തു. കോസ്റ്റ് ഞങ്ങൾക്ക് തന്നെ പല പേരുണ്ട്. ചാച്ചി ഒന്നും അല്ല. മറ്റേ ഉണ്ടല്ലോ, മെനയുള്ള കളിയാണോ? നാളെ രാവിലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമോ? പറ്റും. ഓക്കെ. ഈ പിള്ളേരുടെ എല്ലാം ഒച്ച ഒരേപോലെ. ഇതില് ശാരദ ഏതാ അനന്തു ഏതാന്നൊന്നും മനസ്സിലാകുകയില്ല. എങ്കിട്ടാ പോണേ? നന്നായിട്ടുണ്ട്. അതായത് ശാരദയാണോ? അയ്യോ, അത് ശാരദ.
ഞാനാണ് മരിച്ചോ നിങ്ങളൊക്കെ? ഇതാരിവിടെ ചത്ത് കിടക്കണേ? ഞാൻ ജീവനോടുണ്ട്. അനന്തു അടിക്ക് കൊല്ലങ്ങട്. ശാരദേ, ഞാനൊരു വികാര ജീവിയാണ്. പണിയാ സോ പന്നിയാന്നാ പന്നി അയ്യോ ബോംബ് വെക്ക്, എവിടെയെങ്കിലും കൊണ്ട് വെക്ക്. ആണ്ടെ പൊന്നെ വരുന്നു, അടിച്ചു കൊല്ലയിനെ. ഞാൻ ബോംബ് വെക്കുന്നതിന് വലിയ എക്സ്പേർട്ട് ആയിരുന്നു. ആദ്യമേ മരിച്ചു വീണത്. എന്നിട്ടാണ് എല്ലാരും മൂക്ക് കുത്തിക്കൊണ്ട് ഓടുന്നത്. നിന്റെ ഗെയിമിൽ ഇനി വോയിസ് അങ്ങനെ മതി, അതാ നല്ലത്. അത് നേരാ. പെണ്ണായിട്ട് അഭിനയിക്കുന്നത് നല്ലത്. ഓ നമ്മള് തന്നെ. എടാ അനന്തു, നീ 8ാം ക്ലാസ് അല്ലായിരുന്നോടാ? അല്ല +1 അല്ലേ? അനന്തു മൈക്ക് ഓഫ് 9ആയിരുന്നല്ലേ? ഒരു +1 പയ്യനുണ്ടായിരുന്നല്ലോ. ഇവിടെ ഒരു ബുക്കും പേപ്പറിൽ ഇപ്പൊ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെപ്പാ. കാര്യം ഓർക്കണ്ടേ? ആരായിരുന്നു? അവിടെ സാഷ്ടാംഗ പ്രണമിച്ചാര കിടന്നത്. എനിമി വന്നപ്പോ എനിക്ക് ഈസിയൊന്നുമില്ല, എനിക്ക് നല്ല ബുദ്ധിമുട്ടാ. ജോയെ ബാടാ. ഇഷ്ടപ്പെട്ടിരിക്കണു. ഇഷ്ടായി. ഓ വിടോയ +1 മറ്റേ അർപ്പിത്ത്. എടി കള്ളിപ്പെണ്ണെ, നീ ഇതെല്ലാം ഓർത്തുവെച്ചേക്കുവല്ലേ? ഒരു അർപ്പിതില്ലായിരുന്നോ? ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവള് പറയണത്. ഓ അത് പറ. അതെ പോയി മരിക്കല്ലേ. നിങ്ങൾ എന്ത് സാധനം? പിള്ളേരെ രണ്ടും മുന്നാണ്ട് പുറകിൽ എന്നെ ഇട്ടു. ഷോ എന്റെ പൊന്നേ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഞാൻ മരണത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്റെ ശാരദയെ കൊല്ലങ്ങട്. ആദ്യമായിട്ട് ഞാൻ കളി ജയിപ്പിച്ചിരിക്കുകയാണ്. കില്ലെടുത്തിരിക്കുന്നു. ഞാൻ പോകുന്നു. ഓക്കെ ജോമോളെ എന്നെ പറ്റിയപ്പോ ജോമോളെ എടി പെണ്ണെ നിനക്ക് എന്നെ പറ്റിയേ? അതാണോ കിളി? എന്റെ അതുകൊണ്ട് ഞാനും ചത്തു. ശാരദനെ കുറ്റം പറയാൻ പോയതാ. അയ്യേ, അങ്ങനത്തെ എക്സിക്യൂഷൻ ആയിരുന്നു. ക്ഷമിക്കണം സാറങ്ങളെ. എന്നെ ഇടിച്ചിട്ടിട്ട് ഒരു ഇമോട്ട് ഇട്ടോണ്ടാ പോയെ പണ്ട്. ആണോ? റിവെഞ്ച് എടുക്കാമെന്ന് ചെന്നതാ. ക്ഷമിക്കണം, എന്നെ ആട്ടി വിട്ടു. പണ്ടൊരു വർണ്ണമായിരുന്നു. ഇനി അനന്തു ജോയും കൂടെ കളി ഏൽപ്പിക്കണം. അയ്യോ അനന്തു പുറകില്. പൊളി ഒരാളും കൂടി ഉള്ളത്. ജോയെ പുറകിലടിയേ. വരും, അവിടെ വരും. സമയം കളഞ്ഞാലും മതി. ആ പൊളി അനന്തൂന്റെ വകയായിരുന്നോ? ആ ഓക്കെ. സൗണ്ട്
ബി ആണോ? ഓക്കെ. സൗണ്ട് മനസ്സിലാവാത്ത ഒരു വലിയ പ്രശ്നം വരുന്നുണ്ട് എനിക്ക്. കൊടുക്കാം. അങ്ങടാ എല്ലാം ഇതാണ് എന്റെ പുറകെ വന്ന് വിളിച്ചിരിക്കണേ. അവാ ഐ കവർ ബാക്ക്. ആരെങ്കിലും പുറകിൽ നിന്ന് വന്നാൽ ഞാൻ പറയാം എന്താണ്. ഓക്കെ. അതെ അതെ അതെ. അതിന്റെ പുറകിൽ നിന്ന് വന്നു. ഞാൻ ചത്തേ വന്നു. അതെ ബാക്കിൽ നിന്ന് വന്നു. എറാൻജിയുടെ മുമ്പിൽ കൂടെ ബാക്കിൽ കൂടെ തന്നെ വന്നേ, എന്നിട്ടും കണ്ടില്ലല്ലോ. ഞാൻ ഞാൻ നോക്കൂല. ഇപ്പുറത്തെ എന്ന് പറഞ്ഞ ഏത് സൈഡാ? നമ്മൾ എല്ലായിടത്തും നോക്കാൻ പാടില്ല. യുനോ എവിടെയാണ്? ചേച്ചി സ്നൈപ്പറും കൊണ്ട് വന്നു. സോറി എന്റെ അടുത്ത് 10 ബുള്ളറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 10 ബുള്ളറ്റ്. എനിക്ക് 60 ബുള്ളറ്റ് മിനിമം വേണം. യുനോ നമ്മള് രണ്ടുപേരും ഒരേ ആൾക്കാരാ. റീലോഡ് ചെയ്യാൻ മറന്നു പോകുന്ന ടീംസ് അല്ലേ ചേച്ചി? ആ ഞാൻ മറന്നുപോയി. ഞാൻ റീലോഡ് ചെയ്യാറില്ല, അതുകൊണ്ട് പിന്നെ പറയണ്ട. ഇങ്ങോട്ട് വാടാ, അവിടെ പോയി മരിക്കാണ്ടേ. അനന്തു അങ്ങോട്ട് പോയി. ഒരു വന്ന പട്ടമായിരുന്നു, ഒരു വന്ന പുഷ്പം. ചത്തോ? ഇവിടെ ആളുണ്ടേ. ഈ ടീം ഫസ്റ്റ് ടീം ഞാനാണ് എടുക്കുന്നത്. ഫ്രണ്ട് നാള് വന്നേ. ഞാൻ വലിയൊരു സംഭവം ആണോ? ഓ എയില് വെച്ചു. നിങ്ങൾ അവിടെ അടി കൂടാണ്ട് വാ. എയില് ബോംബ് വെച്ചു. ആന്റി അങ്ങോട്ട് ചെല്ല്. ഫയർ ആന്റി. എന്താ ആന്റി? ഇതാ റിവെഞ്ച്. അവനാണ് എന്നെ കൊന്നത്. അവൻ തന്നെ എന്നെ കൊന്നേ. ബാ എയില് പോവാ. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളവരെ കൊല്ലാം. ഓ ഷിറ്റ് മാനേ. ഞാൻ അങ്ങ് ആകാശത്തേക്കൊക്കെ വെടി വെക്കുന്നതെന്ന് തന്നെ മനസ്സിലായി. ഇതെന്തോ വെടിവെക്കാതെ പോലും ഫയർ ആംഗിൾ മാസ് തന്നെ. അടി മാസ് കാണിക്കാണ്ട് അടിച്ചു കൊല്ലും മനുഷ്യ. ഓക്കെ. അയ്യേ എടാ നാളെ അതെ ഞാൻ എയില് പോവാ. ഞാൻ വരുന്നില്ല ബിയിലോട്ട്. ഞാൻ മാത്രം എയിലോട്ട് വന്നിട്ട് എന്താ കാര്യം? ഒന്ന് പാടാ. അണ്ട് നമ്മുടെ ആരോ മരിച്ചു. ബേക്കിൽ ആരും ഇല്ല. പിച്ച മാത്രം ഉള്ള അവിടെ. പോണ്ട. കൊന്നാനെ ഞാൻ. അതെ ബോങ്കല്ലല്ലോ. അയ്യോ രണ്ടുപേരടാ. എന്റെ ശാരദേ ദേ പടോ. ലൈല ഡൗൺ. അങ്ങോട്ട് വെടിവെക്കാൻ നിന്നതാ. എന്തുവാണെന്ന് അറിയത്തില്ല. എന്തോ ഒരു അദൃശ്യ ശക്തി എന്നെ അടിച്ചു. അയ്യോ ഞാൻ എവിടെയാണെന്ന് പറഞ്ഞല്ലോ. കിട്ടി. ഇവിടെ തന്നെ. അയ്യോ കാണുന്നില്ല. കണ്ടു കണ്ടിരിക്കും ജനങ്ങളെ. ഇപ്പൊ എന്തോ സംഭവിച്ചു? ഞാൻ അങ്ങനെ വെടിവെച്ച് കൊന്നതാണല്ലോ. അയാൾ ഇലുമിനാറ്റിയാടാ. വില്ലുമിനാറ്റി അല്ല ഇലുമിനാറ്റി. എന്റെ തമ്പുരാനെ എല്ലാം ഇഷ്ടമാ. എന്താ പറയാനാ? ജോയ് ഇത് എവിടുന്നാ? എനിക്ക്
അപ്പൊ അവിടെ ഫയറാൻറ്റി മാത്രം തന്നെ. എന്റെ സ്വാമി ഞാൻ ഒറ്റയ്ക്കാണോ? എന്നാ തീർന്നു മക്കളെ, ഫയറാൻറ്റി കളി തോറ്റു. നിങ്ങൾ എന്ത് പണിയാ ഫയറാൻറ്റി കാണിച്ചേ? ഫ്ലവർ അല്ല, ഫയറാ. അങ്ങനെ ചിന്തിച്ചങ്ങ് ഇരി. ഉയ്യന്റെ സ്വാമി, ഞാൻ അത്രയും വേണ്ടി അതിന്റെ നേരെ വെച്ചത് തന്നെ വലിയ കാര്യം. ഇപ്പൊ എങ്ങനെ ഇരിക്കും? ആവില്ലേ? ആദ്യമേ പോയി പരിച്ചിട്ട് എന്നോട് കൊന്നോന്ന് പറയാൻ. ആന്റെ ഫയർ അതല്ല നിങ്ങക്ക് കൊല്ലം അറിയാം. ഈ കൊല്ലം അറിയാത്തവരെ ഒന്ന് പഠിപ്പിച്ചെടുക്കണ്ടേ, അതാണ് ഞാൻ വിട്ടു പോകുന്നത്. എന്റെ ശാരദേ, Failed. We'll get him next time. 40 മൈനസ്. എനിക്ക് +1. എനിക്ക് ഇപ്പൊ എങ്ങനെ ഇരിക്കും? 0+. എടാ നിങ്ങള് റാങ്ക് ഒക്കെ നോക്കി കളിക്കുന്നതാണോ? അയ്യോ, ഞാൻ നോക്കിയല്ല കളിക്കുന്നത്, ദൈവം സഹായിച്ചു. എന്നാ കുഴപ്പമില്ല. ഓക്കെ